ഈ മനുഷ്യരൊക്കെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി കുറേ നേരമായോ ഇങ്ങനെ കാത്തു? കുറേ നേരമായി. എവിടെയാ? ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്? അതെ അതെ, എല്ലാവരും ഒന്ന് കാണാനായിട്ട്. ഇഷ്ടമുള്ളൊരു നടനായിരുന്നു? തീർച്ചയായിട്ടും. എവിടെയാണോ? അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെയാണ്. നടൻ അബൂ സലീം പ്രതികരിക്കുകയാണ്. നമുക്ക് ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി കേട്ട് വരാം. CID മൂസയിലാണ്. ഫ്രണ്ടിൽ സലിംകുമാറിൻ്റെ യോഗത്തിലുള്ള ദുഃഖം ആദ്യം അർപ്പിച്ചുകൊണ്ട് CID മൂസ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സലിംകുമാറായിട്ട് ഞാൻ കൂടുതൽ അടുക്കുന്നത്. അതിനുശേഷം ധാരാളം സിനിമകൾ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു. ഇംഗ്ലീഷിലെ വ്യാപാരി, ഷെർലക് ഹോംസ്, രാജമാണിക്യം, തൊമ്മനും മക്കളും, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏത് സമയത്തും ചിരിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രം ഏറ്റെടുത്തുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കൂട്ടത്തിൽ കാര്യങ്ങളും പറയും. വളരെ നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു. സിനിമയിലെ ഒരു കുടുംബം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിയോഗം നമുക്ക് ഏവർക്കും സഹിക്കാൻ പറ്റാത്തതും താങ്ങാൻ പറ്റാത്തതുമാണ്. നമുക്ക് മാത്രമല്ല, മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് എല്ലാവർക്കും ആ ദുഃഖമുണ്ടെന്നറിയാം. അവരുടെ ദുഃഖത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ. സിഫിനിസ അലിയാറിലേക്ക് കൂടി പോവുകയാണ്. സിഫിനിസ, നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി അവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച ആളുകളൊക്കെ, ജയസൂര്യ അടക്കമുള്ള നടന്മാരൊക്കെ അവിടേക്ക് എത്തുന്നതും കൂടി നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവരുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അവിടേക്ക് എത്തുന്ന ആളുകളൊക്കെ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്? തീർച്ചയായും പറവൂരിലേക്ക് മലയാള സിനിമ ഒഴുകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം സലീം കുമാറിനൊപ്പം പ്രവർത്തിച്ച, സലീം കുമാറിനെ സ്നേഹിച്ച ആളുകളെല്ലാവരും തന്നെ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരെല്ലാവരും തന്നെ ഇപ്പോൾ പറവൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ട് ഇപ്പോൾ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. നടൻ ദിലീപ് സലീം കുമാറിൻ്റെ ഭാര്യയെയും മക്കൾ ആരോമലിനെയും ചന്തുവിനെയും ആശ്വസിപ്പിക്കുകയാണ്. സലീം കുമാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ദിലീപ്. അവർ ഒരുമിച്ച് ഒട്ടനേകം സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു തെങ്കാശിപ്പട്ടണം മുതൽ ഇവരുടെ രണ്ടുപേരുടെ ഒരു കോംബോ, CID മൂസ, മീശ മാധവൻ, ചെസ് തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇവരുടെ ആ ഒരു കോംബോ നമ്മൾ പലയിടങ്ങളിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മികച്ച സിനിമകൾ ഒരുമിച്ച് കൊണ്ടുവന്ന കൂട്ടുകെട്ടുകൂടിയാണ് അവർ. സുഹൃത്തിൻ്റെ വിയോഗം സലീം കുമാറിൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ് നടൻ ദിലീപ്. മറ്റ് സിനിമാ മേഖലയിലുള്ള പ്രമുഖരായവർ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇന്നലെ മരണവിവരം അറിഞ്ഞപ്പോൾ മുതൽ ആശുപത്രിയിലുള്ളതാണ് രമേശ് പിഷാരടി ഇപ്പോഴും ഇവിടെ പൊതുദർശനം നടക്കുന്ന പറവൂർ ടൗൺ ഹാളിലുമുണ്ട്. സംവിധായകൻ കമൽ, അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, നടന്മാരായ ബാബുരാജ്, ടിനി ടോം തുടങ്ങിയ പ്രമുഖർ, ഇടവേള ബാബു, സാദിഖ് തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടെ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തുകയാണ്. അതായത് നമുക്കറിയാം, അദ്ദേഹം കലയോടൊപ്പം തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലും സജീവമായി നിന്നിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയൊരു അനുഭാവിയായിരുന്നു. അതിൻ്റെ ഒരു പ്രവർത്തകൻ എന്നോണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങളിലൊക്കെ സജീവമായി അദ്ദേഹം ഓരോ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനായി ഇറങ്ങുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിൽ വെച്ചിരിക്കുന്ന പൊതുദർശനം
പൊതുദർശനം ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറിലേറെ പിന്നിടുകയാണ്. 2.5 മണിക്കൂറായിരിക്കുന്നു. 3 മണിക്കൂറിലേറെ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ മകൻ ചന്തുവും ആരോമലും ഭാര്യയുമാണ് മൃതദേഹത്തിന് അരികെ നിൽക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരെല്ലാവരും തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മണി വരെയാണ് ഇവിടെ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. 1 മണിക്ക് ശേഷമാകും. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് വീടുള്ളത്, അധികം ദൂരെയല്ല. അപ്പോൾ അവിടേക്ക് മൃതദേഹം കൊണ്ടുപോകും. 1 മണിക്ക് ശേഷം കുടുംബാംഗങ്ങൾക്കൊപ്പം 3:30 വരെ പൊതുദർശനം ഉണ്ടാകും, കുടുംബാംഗങ്ങളുടെ ബന്ധുക്കൾക്കും കാണുവാൻ വേണ്ടി. അതിനുശേഷം 3:30-ക്കാകും വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് സലീംകുമാറിന്റെ തന്നെ താല്പര്യപ്രകാരം മതാചാരങ്ങൾ ഇല്ലാതെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. നടൻ വിനീത് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നടൻ വിനീത് അടക്കമുള്ളവർ ഇപ്പോൾ ഒരുമിച്ച് സംസാരിക്കുകയാണ്. ഒരുപാട് കാലങ്ങളായി പരിചയമുള്ള ആളുകളാണ് ഇവരെല്ലാവരും തന്നെ. പെട്ടെന്നൊരു വിയോഗം, അതായത് സലീംകുമാറിന് അസുഖബാധിതനാണ്, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതാണ്, കിഡ്നി സംബന്ധമായ അസുഖങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കഴിയുന്ന സിനിമകളിലെല്ലാം സജീവമായി തന്നെ അദ്ദേഹം ഇടപെടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു, പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു, അഭിനയിക്കും. ആ രീതിയിൽ സജീവമായി തന്നെ സിനിമയിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരാണ് സുഹൃത്തുക്കളെല്ലാവരും തന്നെ. അപ്രതീക്ഷിതമായെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സജീവമായി തന്നെ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനൊക്കെ ഇറങ്ങിയതാണ് സലീംകുമാർ. അപ്പോൾ സലീംകുമാർ കുറച്ചുകൂടി ഒരു ഉന്മേഷത്തോടു കൂടി തിരിച്ചു വരുന്നു എന്നൊരു പ്രതീതി ഉണർത്തുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം സ്വന്തം മണ്ഡലമായ പറവൂരിൽ വലിയ സ്വീകരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചപ്പോൾ പോലും അവിടെ സജീവമായി പരിപാടിയിൽ പങ്കെടുക്കുകയും ശാരീരിക അവശതകളെല്ലാം മറികടന്നുകൊണ്ട് അവിടെ വി.ഡി. സതീശനെ പുകഴ്ത്തിക്കൊണ്ട് വലിയൊരു പ്രസംഗമൊക്കെ അദ്ദേഹം നടത്തുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന് വിയോഗ വാർത്തയാണ് എത്തുന്നത്. നമുക്കറിയാം, ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 ആഴ്ചയാകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് സഹപ്രവർത്തകരെയും രാഷ്ട്രീയ രംഗത്തെ സുഹൃത്തുക്കളെയൊക്കെ തേടി എത്തുന്നത്. അതുതന്നെ ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടേക്ക് എത്തും. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ് സലീംകുമാർ. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി മുഖ്യമന്ത്രി അല്പസമയത്തിനകം എത്തും. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിലെ ഓരോരുത്തരായി വരികയാണ്. നേരത്തെ അന്നൈ പെരുമ്പാവൂർ വന്നിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും വന്നേക്കില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംവിധായകൻ വിനയൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ സിനിമാ മേഖലയിലെ നമുക്ക് പരിചിതമായ ഒരുപാട് മുഖങ്ങൾ, പേരെണ്ണി പറയാൻ കഴിയില്ല, പരിചിതമായ ഒരുപാട് മുഖങ്ങൾ ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ വന്നു പോകുന്നു, ചിലർ ഇവിടെ കുറച്ചധികം നേരം ആ മൃതദേഹത്തിന് അരികിൽ ഇരിക്കുന്നു. അങ്ങനെ നമുക്ക് അറിയാം, കാരണം ഈ ഓരോരുത്തരെയും വ്യക്തിപരമായി പരിചയമുള്ള ആളുകളാണ്. ഒരു സിനിമയിൽ വന്ന് അഭിനയിച്ച് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ പോലും എല്ലാവരുമായി ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ രീതിയിൽ ബന്ധപ്പെടുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് സലീംകുമാർ. അങ്ങനെ ഒരു സിനിമ വിട്ടാൽ അങ്ങ് മാറി നിൽക്കുന്നു, മറ്റ് ഒരു ബന്ധങ്ങളുമില്ല എന്ന രീതിയിലല്ല. അദ്ദേഹം എല്ലാവരുമായും ദിവസേന എന്നോണം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എന്നോണം ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധം കൂടി ഉള്ള സ്ഥലമാണ്. പിന്നെ പറവൂർ അദ്ദേഹത്തിൻ്റെ ജന്മനാട് കൂടിയാണ്. വീടിരിക്കുന്ന ലാഫിംഗ് വെല്ലി ഇരിക്കുന്ന സ്ഥലം കൂടിയാണ്. ഈ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സിനിമ കഴിഞ്ഞാലുള്ളൊരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചും സംവദിച്ചും ഒക്കെയാണ് അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നത്. അങ്ങനെ ഒരു താരപരിവേഷമൊന്നും ഇല്ലാതെയാണ് സലീംകുമാർ പറവൂരിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറവൂരുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആൾ കൂടിയാണ് സലീംകുമാർ. ആ സലീംകുമാറിൻ്റെ വിയോഗം വലിയ വേദനയോടുകൂടി തന്നെയാണ് സിനിമാ ലോകത്തിനൊപ്പം പറവൂരും ഏറ്റെടുക്കുന്നത്. അവരുടെ ഒരു പ്രിയപ്പെട്ട ആളെ നഷ്ടപ്പെട്ടത് പോയതുപോലെയാണ്. അതുകൊണ്ട് അണമുറിയാതെ ഒരു പ്രവാഹം ജനങ്ങളുടെ അന്തിമോപചാരം അർപ്പിക്കാനായി ടൗൺ ഹാളിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും എത്തും. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുമുണ്ട്. ടൗൺ ഹാളിനകത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരമാവധി കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഇപ്പോൾ വൈകിട്ട് സംസ്കാരം നടക്കുന്ന വീട്ടുവളപ്പിലാണെങ്കിൽ പോലും പരമാവധി ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രം പ്രവേശനം അനുവദിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.